എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പായുണ്ട്, നല്ല ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പായുണ്ട്, നല്ല ദൈവമുണ്ട്. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാ. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ല ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ല ദൈവമുണ്ട്. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാ. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ല ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ല ദൈവമുണ്ട്. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 13-ാം അധ്യായത്തിൽ 13-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. നാം യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നാം സ്നേഹത്തിൽ വസിക്കുന്നവരായി തീരണമെന്നുള്ളതാണ്. എന്താണ് അതിൻ്റെ കാരണം? നമ്മൾ ദൈവത്തിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സ്നേഹത്തിലാണ് വാസ്തവമായി വസിക്കുന്നത്. കാരണം ദൈവം സ്നേഹമാണ്. ഒരാൾ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ദൈവമകനായി മാറുന്നു. അപ്പോൾ തന്നെ ദൈവമക്കൾ ആരാണ്? അവർ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോഴാണ് നമ്മൾ ദൈവമക്കളായി മാറുന്നത്. ആത്മാവിൻ്റെ അഭിലാഷം അനുസരിച്ച്, നമ്മുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലോചന അനുസരിച്ച്. നമുക്ക് ഈ പുറമേ ഒരു ശരീരമുള്ളതുപോലെ തന്നെ നാം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവം ആത്മാവാണ്. ആത്മാവിലാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആത്മാ മനുഷ്യനുള്ള ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു ഡ്രസ്സാണ് നമ്മുടെ ശരീരം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സുണ്ട്. അപ്പം നമ്മുടെ ആത്മാവിലാണ് ദൈവം വന്ന് വസിക്കുന്നത്, പരിശുദ്ധാത്മാവ് വന്ന് വാസമാകുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു, നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വന്ന് വാസമാകുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ജഡത്തിൻ്റെ സ്വഭാവമല്ല, ആത്മസ്വഭാവമുള്ളവരായി മാറുകയാണ്. ജഡത്തിൻ്റെ സ്വഭാവം ദുർനടപ്പും, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വവിഷം, ഭിന്നത, അസൂയ, മദ്യപാനം ഒക്കെയാണ്.
എന്നാൽ ആത്മാവിൻ്റെ ഫലം നമ്മൾ ആത്മാവിനെ അനുസരിച്ചാണ് നടക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ് വാസിക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്താണ്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതൊക്കെയാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ. നമ്മൾ ദൈവമക്കളായി തീരുമ്പം ആത്മാവിൻ്റെ ശക്തിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആത്മാവിൻ്റെ ശക്തി നല്ലതാണ്, വരങ്ങൾ നല്ലതാണ്, രോഗസൗഖ്യമാക്കുന്നത് നല്ലതാണ്, വിശ്വാസത്തിൽ ആളുകളെ വളർത്തുന്നത് നല്ലതാണ്. ഇതൊക്കെ നല്ലതാണ്, അതിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ജീവിതത്തിൽ വരുമ്പോൾ, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ കൊപ്ര ആട്ടുമ്പം നമുക്ക് കൊപ്രയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് എണ്ണ ലഭിക്കുന്നു എന്നുള്ളതാണ്. എണ്ണ ലഭിക്കുന്നു. ഇപ്പം തന്നെ പിണ്ണാക്കും കിട്ടും. പക്ഷെ എണ്ണയെന്ന് പറയുന്നതാണ് വാസ്തവമായി സ്വഭാവ ഗുണങ്ങൾ എന്ന് നമുക്ക് വിചാരിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിണ്ണാക്കെന്ന് പറയുന്നത് നമ്മുടെ മറ്റ് വരങ്ങളാണെന്ന് വിചാരിച്ചാൽ ഏറ്റവും സൂപ്പർ നാച്ചുറലായിട്ട് ലഭിക്കുന്ന എന്താണ്? അതിൽ നിന്ന് എണ്ണയാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അതാണ് നിലനിൽക്കുന്നത്. ഈ രോഗസൗഖ്യവും വിടുതലും നമ്മൾ ജീവിതത്തിൽ നമുക്ക് കഴിക്കുന്ന കൃപാവരങ്ങളൊക്കെ വാസ്തവമായി എന്നും നിലനിൽക്കുന്നില്ല. അത് പരിശുദ്ധാത്മാവ് അതാത് കാലഘട്ടങ്ങളിൽ നമ്മളിലൂടെ ഉപയോഗിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുമ്പോൾ നമുക്കത് വേണ്ട സമയത്ത് പരിശുദ്ധാത്മാവ് ഈ കൃപ എല്ലാം ഉപയോഗിക്കുകയാണ്. രോഗസൗഖ്യവും പ്രവചനപരവും എല്ലാം. അന്ത്യകാലത്ത് ഇതെല്ലാം സംഭവിക്കും. പ്രവചിക്കും, നമ്മൾ സ്വപ്നങ്ങളെ കാണും, നമ്മൾ ദർശനങ്ങളെ കാണും. ഇത് ദൈവത്തിൻ്റെ ആലോചന നമുക്ക് ലഭിക്കുന്നു, അത് നല്ല കാര്യമാണ്. പക്ഷെ അപ്പം തന്നെ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ നിന്ന് വരണം, അതാണ് ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ വരത്തെക്കുറിച്ച് 13-ാം അധ്യായം മുഴുവൻ പറയാണ്. ഇത് അതിശ്രേഷ്ഠമായ ഒരു വരമാണ്. ഞാനും നിങ്ങളും യേശുവിനെ സ്വീകരിച്ചപ്പോൾ നമ്മൾ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് ഈ സ്നേഹം. എന്നിട്ട് പറയാണ്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാൽ എനിക്ക് സ്നേഹമില്ലെങ്കിൽ മുഴുകുന്ന ചെമ്പോ ചിലങ്ങുന്ന കൈത്താളവും അത്രേ. എനിക്ക് പ്രവചനം വരമുണ്ടായിട്ട് സകല മർമ്മവും ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ഇനി ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനമില്ല. എന്നിട്ട് പറയാം, എന്തൊക്കെയാണ് വേണ്ടത്? സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുകയും ചെയ്യുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. എന്നിട്ട് പറയാണ്, സ്നേഹം ഒരു നാളും ഉതിർന്നു പോകത്തില്ല. എന്താ നമ്മൾ ആചരിക്കുന്ന പ്രവചനവരം അത് നീങ്ങിപ്പോകും, ഭാഷാവരം അത് നിന്നു പോകും, ജ്ഞാനമോ അത് അറിയുന്നു, അത് അംശമായി മാത്രം നാം പ്രവചിക്കുന്നു, പൂർണ്ണമായി വരുന്നു, അംശമായി നീങ്ങിപ്പോകും. അപ്പം നമ്മൾ ഈ വരങ്ങളിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രവചനവരം നമുക്ക് നല്ലതാണ്, ഒരാളെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ ഏറ്റവും നല്ലതാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത് നമ്മളിൽ സംഭവിക്കും. പക്ഷെ അത് നീങ്ങിപ്പോകും. ചില സമയങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ വർക്ക് ചെയ്യും. പക്ഷെ സ്നേഹം മാത്രം എന്നും നിലനിൽക്കുന്നതാണ്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിൽ നിൽക്കുമ്പോൾ, രോഗികളെ സൗഖ്യമാക്കുമ്പോൾ, അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിപ്പോഴും ദൈവമക്കളായി തുടരുന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഭാഷാവരമുണ്ടെങ്കിൽ ഭാഷാവരമുള്ള ഒരാൾ നല്ല ഭാഷാവരം, അത് പരിശുദ്ധാത്മാവിൽ അന്യഭാഷ കറക്റ്റാണോ എന്ന് എങ്ങനെ അറിയുന്നത്? പരിശുദ്ധാത്മാവിൽ അന്യഭാഷ പറഞ്ഞതിന് ശേഷം വരുന്ന നമ്മുടെ വയിൽ നിന്ന് വരുന്ന ലോക്കൽ നമ്മുടെ സാധാ ഭാഷയിൽ വരുന്ന വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിനാൽ നാം നിയന്ത്രിക്കപ്പെട്ടവരാകണം. നമ്മുടെ നാവുകൾ നിയന്ത്രിക്കപ്പെടണം. അതെങ്ങനെയാണ്? നമ്മൾ സ്നേഹമുള്ളവരായി മാറുകയാണ്. പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് ആ ഫലം നമ്മളിൽ വരണം. അപ്പോൾ തന്നെ ഈ വരങ്ങളെല്ലാം വരണം. ഈ കാലത്ത് ഇതെല്ലാം ആവശ്യമാണ്. പ്രവചന ആവശ്യമാണ്, ഭാഷാവരം ആവശ്യമാണ്. ഇവിടെ പറയാണ്, പ്രവചന വരമോ നീങ്ങിപ്പോകും, ഭാഷാവരമോ നിന്നു പോകും. പക്ഷെ ഇതിനെല്ലാം അവസാനം പറയുകയാണ്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നുമേ നിലനിൽക്കത്തുള്ളൂ. വിശ്വാസവും പ്രത്യാശയും സ്നേഹവും, ഇത് മൂന്നും നിലനിൽക്കും. ഇവയിൽ വലിയ കാര്യം സ്നേഹമാണ്.
അതുകൊണ്ട് നമുക്കിന്ന് പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുമ്പം പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവമായ സ്നേഹം നമ്മളിൽ നിന്ന് പുറത്തു വരാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. അതിന് പരിശുദ്ധാത്മാവ് സ്നേഹമെന്ന അതിശ്രേഷ്ഠമായ വരത്താൽ നിറയപ്പെട്ടൊരു ക്രിസ്തീയ ജീവിതം ശുശ്രൂഷ നയിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച അതിശ്രേഷ്ഠമായ വരത്തിൻ്റെ കാര്യത്തിനായി സ്തോത്രം. സ്നേഹമെന്ന വരം, ദൈവം തന്നെ സ്നേഹമാണല്ലോ. ആ സ്നേഹമെന്ന വരം കർത്താവെ നിലനിൽക്കുന്നത്, വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നിലനിൽക്കുന്നെങ്കിൽ ഇവയിൽ വലിയ സ്നേഹം, ആ സ്നേഹം എന്ന വരം ഞങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വാഹകരായി ഞങ്ങളെ കാണുന്നവർ ദൈവത്തെ കാണാൻ, യേശുവിനെ കാണുവാൻ മുഖാന്തരമാകട്ടെ. ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നവർ യേശുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഇടയാവട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരങ്ങളായി ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരാൻ ഞങ്ങളെ ഒരിക്കൽ കൂടെ ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എന്നെ കേൾക്കുന്ന രോഗികൾ ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ല ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ല ദൈവമുണ്ട്. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാ. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ല ദൈവമുണ്ട്.